നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് ഒരു ഇഷ്ടം, അത് ഭയങ്കര ഡീപ്പായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാട്ടും ഉപരിയായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്ന കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിലൊരു സ്നേഹം ആ ഒരു വ്യക്തി ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും അത് ഹൈഡ് ചെയ്ത് പിടിക്കുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ആ ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ടൊരു അവരുടെ സ്നേഹം എന്താണെന്നുള്ളത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല നിങ്ങളോട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ലവ് പോലെയൊക്കെ അത്തരം ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ എത്രത്തോളം ഡിറ്റാച്ച്ഡ് ആവുന്നു അത്രത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രണയത്തിൻ്റെ ഒരു തീവ്രത കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെയൊക്കെ കാണുന്നുണ്ട്. അത് കൂടുതലും ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കുറേ പേർക്കെങ്കിലും ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം. അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു കാര്യമൊക്കെ ഇവിടെ കുറച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഡെസീറ്റ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്നെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെ പല രീതിയിൽ അവോയ്ഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആ ഒരു വ്യക്തിക്ക് സാധിക്കാതെ വന്നപ്പോൾ പോലും നിങ്ങൾ കുറേ ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ചിലപ്പോൾ പല രീതിയിലും പറയുകയുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒന്ന് മൂവ് ഓൺ ആവണം എന്നൊക്കെ ആലോചിച്ചിട്ടുള്ളവരായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി ഇങ്ങനെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാൽ വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പോലും വിചാരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇനി മൂവ് ഓൺ ആവണം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്തൊരു കാര്യം നിങ്ങൾക്ക് അതിന് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, മൂവ് ഓൺ ആവണം എന്ന് വിചാരിച്ചിട്ട് 1 2 ദിവസമൊക്കെ ചിലപ്പോൾ ഒന്ന് ആക്റ്റീവായി അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടൊക്കെ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരുപാട് കുറച്ച് ദിവസങ്ങൾ പോകുന്തോറും നിങ്ങൾക്ക് ഇവരില്ലാണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഇവരുടെ ഓർമ്മകൾ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്തവരാണ് കുറച്ച് പേരെങ്കിലും. കാരണം ഇവിടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്നെസ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ വന്നിട്ട് കുറച്ച് പേർക്കെങ്കിലും ഒരുപാട് നാളായിട്ട് ഉള്ളതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ നാളായിട്ട് തന്നെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിട്ടുള്ളവരാണ് കുറച്ച് പേരെങ്കിലും. സോ അത്തരമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുറേ പേരെങ്കിലും മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു എനർജി ഇവിടെ കിട്ടിയിട്ടുണ്ട്. വാക്കിംഗ് എവേ എന്നുള്ളൊരു കാർഡിൻ്റെ എനർജിയാണ് ഇവിടെ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കെയറിംഗ് കണക്ഷൻ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കെയറിംഗ് കണക്ഷൻ എന്നുള്ളൊരു കാർഡ്. സോ ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കെയറിംഗ് ആയിക്കോട്ടെ ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾ അത്രത്തോളം വാല്യുബിളായിട്ട് കരുതുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുകയും അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ മനസ്സുകൊണ്ട് വേദന അനുഭവിച്ചിരുന്ന സമയത്ത് അത് ലൈഫിൽ പല പല കാരണങ്ങളാൽ നിങ്ങളുടെ മനസ്സൊന്ന് വിഷമിച്ചിരുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിരുന്ന കെയറിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെൻ്റലി നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ കെയറിങ് കണക്ഷൻ ഒക്കെ തന്നെ നിങ്ങൾക്ക് അത്രത്തോളം ഭയങ്കരമായിട്ട് മീൻസ് നിങ്ങൾ അത്രത്തോളം വിഷമിച്ചിരുന്ന സമയത്ത് നിങ്ങളെ അത്രത്തോളം കെയർ ചെയ്യുകയും സന്തോഷിപ്പിക്കാനും ഒക്കെ ഈ ഒരു വ്യക്തി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവണം എന്ന് വിചാരിച്ചാൽ കൂടിയും നിങ്ങൾ വീണ്ടും ആ കാര്യം ഓർക്കുകയും അവർ തന്നിരുന്ന ഡീപ്പായിട്ടുള്ള ലവും കണക്ഷനും ഒക്കെ തന്നെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാനായിട്ടുള്ള അങ്ങനെ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് മേ ബി ഈ ഒരു കെയറിങ് കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കണം. സോ അത്തരമൊരു കെയറിങ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. സോ അത്രത്തോളം ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത്. അതുപോലെ തന്നെ വുമൺ ഹോൾഡിങ് എ ഹാർട്ട് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സെപ്പറേഷൻ അനുഭവിക്കുന്നത്, ആ ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകുന്നതായിട്ടും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടും ഒക്കെ തന്നെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് സോ അതൊക്കെ തന്നെ മാറാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നൊരു മാജിക്കൽ കണക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അത്രത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ഡിസിറ്റുള്ള കാർഡിൽ നിന്ന് മനസ്സിലായതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ അവർ ഫേസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു സെപ്പറേഷൻ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന 4 കാർഡ്സാണ്. ഈ 4 കാർഡ്സിൻ്റെ റിസൾട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള ഒരു വിഷമമാണോ അതൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരാനുള്ള ഒരു സമയമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ള എല്ലാ സ്റ്റക്നെസ്സും മാറുന്നതായിരിക്കും.
അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഫിനാൻഷ്യൽ കൺസേൺ കാർഡ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് വീണ്ടും നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രശ്നങ്ങളോട് അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ ലൈഫിൽ. സോ ആ ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ അതിനെയൊക്കെ തന്നെ എതിർത്ത് നിൽക്കാൻ പാകത്തിന് ഒരു എനർജി അവർക്കിപ്പോൾ ഉണ്ട്. സോ അതവർ നേടിയെടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരാനായിട്ടുള്ള സാധ്യതയാണ്. അതുപോലെ തന്നെ ഏഞ്ചൽ ഓഫ് ലവ്, ഒരു ഏഞ്ചൽ സപ്പോർട്ട്സ് ഒക്കെ ഒരുപാടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത്. ഭയങ്കരമായിട്ടൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത്രയധികം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ്. റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഓരോ മൊമെൻറ്റും നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതായിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും നിങ്ങൾ ചിലപ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരിക്കാം. സോ അത്രത്തോളം ഒരു ഏഞ്ചൽ സപ്പോർട്ടൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത്. സോ അതുകൊണ്ട് തന്നെ കറണ്ട് സിറ്റുവേഷനിലുള്ള പ്രശ്നങ്ങളൊന്നും ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുക. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് സോൾവ് ആവാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടെന്ന് തന്നെയാണ് ഓവറോൾ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജസ് എന്താണ് ഇവിടെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഐ മാനിഫെസ്റ്റിംഗ് എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, ഈ ഒരു മെസ്സേജിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇൻ കേസ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ഡീപ്പായിട്ട് തന്നെ ആഗ്രഹിക്കും. വളരെ ആഴത്തിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. സോ അങ്ങനെ ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ മീ എന്നുള്ളൊരു മെസ്സേജാണ്. അവർക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കാത്തിരിക്കുകയല്ലേ എന്നുള്ള രീതിയിലുള്ള അതൊക്കെ അവർക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജായിരുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ളൊരു ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനൊക്കെ നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. നിങ്ങൾ ചിന്തിക്കുന്നത് അവർക്കും അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ പാകത്തിന് അത്തരമൊരു ചിലപ്പോൾ അത്രത്തോളം ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷമങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണിപ്പോൾ അവരെക്കുറിച്ച് ഫീൽ ചെയ്യുന്നതൊക്കെ തന്നെ അവർക്ക് ഊഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അവർക്കത് അറിയാമെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതായിട്ട് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ എന്നുള്ളതാണ്. അവരെ നിങ്ങൾ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊരു കാര്യമാണ് അവർക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. മേ ബി ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ പെട്ടിട്ട് അവരിങ്ങനെ അങ്ങനെ ആവാനാണ് കൂടുതൽ പേർക്കും ഒരു സെപ്പറേഷൻ വന്നതിൻ്റെ റീസൺ എന്നൊക്കെ നമുക്ക് ഇവിടെ കാർഡ്സ് റീഡിങ്ങിലൂടെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേർക്കും ചിലപ്പോൾ അത്തരം ഒരു പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ട് ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അത്രയധികം ബുദ്ധിമുട്ടും പ്രശ്നങ്ങൾക്കും ഇടയിൽ നിങ്ങളുടെ പ്രണയത്തിന് ഒരു മുൻതൂക്കം കൊടുക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ പിന്നീട് അവർ ആലോചിച്ചപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളില്ലാത്ത ലൈഫ് ഭയങ്കര എംപ്റ്റി ആയിട്ടൊക്കെ ഫീൽ ചെയ്തപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ അവർക്കിപ്പോൾ ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിലൊരു ടെൻഷൻ പോലെ ഉണ്ടായിരിക്കാം. സോ അതായിരിക്കണം വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ എന്നുള്ളൊരു ഒരു മെസ്സേജ് നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നൊരു മെസ്സേജ് ഐ കാൺ സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ എന്നുള്ളൊരു മെസ്സേജാണ്. അവർക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ബിക്കോസ് ഈ ഒരു സെപ്പറേഷൻ അവർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ചിലപ്പോൾ ലേറ്റ് നൈറ്റ്സിലായിരിക്കും അവർക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെ ഒരുപാട് വരുന്നതും ചിലപ്പോൾ അവർ ഒരുപാട് കരയുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഒരു ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ ഒരു സെപ്പറേഷൻ അവരെ അത്രയധികം തളർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ എന്നുള്ളൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് നിങ്ങളോട് അവർക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ പറയാനുള്ളതായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്.